എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും മനോഹരമായ ദിവസം നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായും ബഹുമാനപ്പെട്ട ജനങ്ങളുമായും സഹോദരി സഹോദരന്മാരുമായിട്ടും മാതാപിതാക്കളുമായിട്ട് അല്പസമയം സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തിയ ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. മഴക്കാലം വന്നെടുത്തു. ജനങ്ങൾ കഷ്ടതയിലെ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. പാവപ്പെട്ടവർക്ക്, കിടപ്പാടമില്ലാത്തവർ, ദുഃഖിതർ, കടക്ക വരാന്തകളിൽ, ദേവാലയങ്ങളുടെ പള്ളികളിൽ, ഫ്രണ്ടുകളിൽ, വെയിറ്റിംഗ് ഷെഡുകളിലൊക്കെ ആശുപത്രി വരാന്തകളിൽ കിടന്നുറങ്ങുകയും അന്തിയുറങ്ങുകയും ജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, തണുപ്പ് മാറ്റുവാൻ കമ്പിളിയില്ലാതെ, പതുപ്പുകളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ കോടി ജനങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഉണ്ട് എന്നുള്ളത് നാം വിസ്മരിച്ച് കളയരുത്. ഭരണകർത്താക്കൾ, മന്ത്രിമാർ, MLA-മാർ, MP-മാർ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സുകുമാരന്മാരായി രാഷ്ട്രീയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, മതശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ, സന്യാസിവീരന്മാർ ഒക്കെയും സുഖലോലുപന്മാരായി കഴിയുമ്പോൾ തങ്ങളുടെ അടുത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ കഷ്ടതയിലെ പ്രയാസത്തിൽ, ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് എന്നുള്ളതാണ് ഈ മഴക്കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി കഴിയുന്ന ഇവർക്ക് തക്കതായ തുണ നൽകുവാൻ, സഹായം നൽകുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അതിനർഹപ്പെട്ടവർ അവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. കൊടുത്തില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ ഓരോരുത്തരും ഈ ശക്തി, ഒരു ദൈവം, ഈശ്വരൻ, അല്ലാഹു നിങ്ങളോട് തന്നെ ചോദിക്കും. നിങ്ങൾക്ക് സുഖിക്കുവാനും ജീവിക്കുവാനും സമ്പത്ത്, ആഹാരം, വസ്ത്രം, മരുന്ന് ഇതൊക്കെ തന്നപ്പോൾ നിങ്ങളിപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ എന്താണ് നമ്മൾ മറുപടി പറയുക? ഹേ ദുഷ്ടനായ മനുഷ്യ, ഹേ നീതിമാനായ മനുഷ്യ, നീതിമാൻ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യ, ദുഷ്ടതയിൽ നീ നേടിയെടുക്കുന്ന സമ്പാദ്യങ്ങൾ, നിന്റെ ചിന്ത കൊണ്ട് നീ കൈക്കലാക്കുന്ന അടിസ്ഥാന വർഗത്തെ തകർത്ത് കളഞ്ഞ് കൊണ്ട് നീ ഉയർന്നു വരുന്ന ഈ പന്താവിൽ നിനക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഞാൻ ഈ സമയത്ത് തറപ്പിച്ച് പറയുന്നു. ഒരേ പള്ളിയിൽ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ കടന്നു ചെല്ലുന്ന പാവപ്പെട്ടവനും പണക്കാരനുമായ ആളുകളുണ്ട്. ബുദ്ധിമാനും ബുദ്ധികെട്ടവനുമുണ്ട്. സംസ്കാരമുള്ളവനും സംസ്കാരമില്ലാത്തവനുമുണ്ട്. പക്ഷേ സംസ്കാരമുള്ളവനും സംസ്കാരമില്ലാത്തവനും, ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും, ധനവാനും പാവപ്പെട്ടവനും എല്ലാം ഒരേ ഗതി വരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ശാന്തിയും സമാധാനവും ഇല്ലാതെ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവൻ അല്പം ശാന്തിയും സമാധാനം ലഭിക്കുവാൻ ഈശ്വര സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദുഷ്ടതയൊക്കെ വെളിയാം. സഹോദര പ്രീതിയിൽ നമുക്ക് അവരെ സ്നേഹിക്കാം. അവർക്ക് വേണ്ടി ഒരു ചെറിയ കൈത്താങ്ങൽ കൊടുത്ത് അവരെ സഹായിക്കാം. നല്ല നന്മ ചെയ്യുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരെ ആളുകൾ തിന്മ പ്രവർത്തിച്ചാൽ എന്ത് അവർക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഒരു പാവപ്പെട്ടവന് ഒരു ചായ കുടിക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ നിൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടുമ്പോൾ, അല്ലെ ഒരു ചായ കുടിക്കാൻ പൈസ തരണം എന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവന് 1 രൂപ കൊടുത്ത് നീ സഹായിക്കരുത്. അവനൊരു ചായ കുടിക്കാനുള്ള പൈസ തന്നെ കൊടുക്കണം. 1 രൂപ കൊടുത്താൽ അവൻ മനസ്സിൽ നിന്നെ പിരാകും. കാരണം അവൻ കഷ്ടതയുടെ നടുവിലാണ് നിന്നോട് വന്ന് യാചിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം.
നിൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ, അല്ലെ സാമ്പത്തികമുള്ളപ്പോൾ, അല്ലെ അതിനുള്ള സാഹചര്യമുള്ളപ്പോൾ നീ ചെയ്യാതിരിക്കരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നന്മ ചെയ്യുന്നു ഇനി നന്മ ചെയ്യുക, അനീതി തന്നെ അനീതി കേട്ട് അഴുക്കുള്ളവനാകട്ടെ. ഒരു പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു ഈശ്വരനുണ്ട്, ഒരു അല്ലാഹുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പാദപീഠത്തിലേക്ക് അടുത്തിയെല്ലാം നമ്മുടെ ദുഷ്ടത പഠിക്കാം, സഹോദരവർഗത്തെ സ്നേഹിക്കാം, രാഷ്ട്രത്തെ സ്നേഹിക്കാം, രാഷ്ട്രത്തിലെ ഭരണകർത്താക്കളെ നമുക്ക് കൈത്താങ്ങൽ കൊടുത്ത് സഹായിക്കാം, അവരുടെ പ്രണത്തെ നമ്മൾ സ്വീകരിക്കാം, ജനങ്ങളെ സേവിക്കാം, ജനങ്ങൾക്ക് വേണ്ടി നന്മ. ഇതിലൊക്കെ ഉപരി ദൈവനാമ മഹത്വത്തിനുള്ളിൽ നമുക്ക് തന്നെ പ്രതിഷ്ഠിക്കാം. നമുക്ക് അതിന് വേണ്ടി സാഹചര്യം ഉണ്ടാക്കട്ടെ. ഈശ്വരൻ ഈ മഴക്കാലത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരുപോലെ കാണാം, എല്ലാവരെയും നമുക്ക് സഹായിക്കാം, നമ്മളെ കഴിയുന്ന സഹായം ചെയ്യാം. ആർക്കെങ്കിലും സഹായം കൊടുക്കുവാനായിട്ട് നിൻ്റെ കയ്യിൽ വെച്ച് എന്തെങ്കിലും തന്നാൽ അതോ നീ കൈക്കലാക്കരുത്. പിന്നെയോ അതിൽ 90% അവർ കൊടുക്കുക, 10% നീ എടുക്കുക. അല്ലാതെ 90% നീ കൈക്കലാക്കൊണ്ട് 10% കൊടുക്കുന്നത് തെറ്റാണ്, ദോഷമാണ്, ശാപമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പുരോഹിതവർഗമേ, മനുഷ്യ പണ്ഡിതന്മാരെ, പാമരന്മാരെ, നിങ്ങൾക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് കടന്നിയെല്ലാം, ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നിയെല്ലാം, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കടന്നിയെല്ലാം, അല്ലെങ്കിൽ ഏത് ശക്തി വിശ്വസിക്കുന്നവരുടെ അടുത്തേക്ക് കടന്നിയെല്ലാം പാപത്തെ വിട്ടൊഴിയാം, നീതിയായി നന്മയായി പ്രവർത്തിക്കാം, ജനക്ഷേമത്തിനോട് ഇതൊക്കെ ഒരു ദൈവനാമത്തിനായിട്ട് തീരട്ടെ. ഈശ്വരൻ നമ്മളെ കടാക്ഷിക്കട്ടെ, ദൈവം നമ്മളെ കടാക്ഷിക്കട്ടെ, എല്ലാവരും നമ്മെ കടാക്ഷിക്കട്ടെ. എല്ലാ തരത്തിലുള്ളതായ ദുഷ്ടതയും വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തോടും സാഹോദര്യത്തോടും സമ്പൽ സമർത്ഥമായ ജീവൻ നയിക്കാൻ സഹായിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഈശ്വരൻ സഹായിക്കാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. താങ്ക് യു വെരി മച്ച്.